ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അഹമ്മദാബാദിൽ തന്നെയുള്ളത്. ഇന്ന് നമ്മൾ കൻഗേറിയ ലേക്ക് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അതായത് ഒരു ലേക്ക്, ഒരു വലിയ തടാകം. ആ തടാകം ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് പോയിട്ടൊന്ന് കാണാം. ഇത് കണ്ടോ, നിങ്ങൾ ഇവിടെ നിന്നാണ് ബസ് കയറുക. അഹമ്മദാബാദിൽ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഇത് ഇങ്ങനെയാണ്. നമുക്കിവിടെ കയറി മെട്രോ എടുക്കുന്ന പോലെ ബസ് ടിക്കറ്റ് എടുക്കാം. ചെറിയ പൈസയുള്ളൂ, 5 രൂപ, 10 രൂപ, 20 രൂപയാണ് ബസ് ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ബസ് വരും. ഈ ഡോറ് ഓപ്പൺ ചെയ്യും, അവിടെ ബസ് വരും. ഇപ്പോൾ ബസ് വന്നില്ലേ, അത് ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ബസ്സിൻ്റെ ഡോറുമായിട്ട് കണക്റ്റാണ്. നമുക്ക് ബസ്സിൻ്റെ അകത്തേക്ക് കയറാം. നല്ലൊരു സിസ്റ്റമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ കൻഗേറിയ ലേക്കിൻ്റെ അടുത്തെത്തി. അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം കുറച്ച് വന്നാൽ മതി. ഒരു ചെറിയ ബസ്സിന് കയറി വരേണ്ട ദൂരമേ ഉള്ളൂ. നല്ല നീറ്റായ ക്ലീൻ പ്ലേസ് തന്നെയാണ് ഇവിടെ കൻഗേറിയ ലേക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി 10 രൂപ മാത്രമേ എൻട്രി ടിക്കറ്റ് ഉള്ളൂ. 10 രൂപ. ശരിക്കും പറഞ്ഞാൽ ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഒരു തടാകം നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ വെറുതെ വെക്കും. ഇത് കണ്ടോ നിങ്ങൾ, ഇതൊരു തടാകമാണ്. ഈ തടാകത്തെ വളരെ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് അതിൻ്റെ ചുറ്റിലും ബൗണ്ടറികൾ അല്ലെങ്കിൽ ഒരു ലാൻഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണോ ടൂറിസമായി വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റാം എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കൻഗേറിയ ലേക്ക്. ഇത് വളരെ മനോഹരമായിട്ടാണ് ഗുജറാത്ത് ടൂറിസം വകുപ്പ് ഇത് മെയിൻറ്റെയിൻ ചെയ്തത്. ഇത് ആക്ച്വലി ഒരു പുഴയൊന്നുമല്ല, ഇതൊരു തടാകമാണ്. നമ്മുടെ ചുറ്റിലും കരയുള്ള ഒരു തടാകം. നമ്മുടെ തടാകം എന്ന് പറയുന്നില്ല, ലേക്ക്. ഒരു കുളം പോലെ, കുളമല്ല, തടാകം. ആ ലേക്ക് നോക്കുക നിങ്ങൾ. ആ ലേക്ക് എന്ന് പറയുന്നത് ഇത് ഒരു ലേക്കിനെ റൗണ്ട് ഷേപ്പിൽ, അതായത് ഒരു സ്റ്റേഡിയം പോലെയാണിത്. ഇത് ഫുള്ള് ചുറ്റി കാണാനുണ്ട്. കിലോമീറ്ററോളം നടക്കണം. നമുക്ക് അങ്ങ് വരെ നടന്ന് തിരിച്ചിങ്ങോട്ട് വരണം. ഇതിൻ്റെ നടുക്കിലേക്കൂടി ചെറിയ എന്താ പറയുക, നമ്മുടെ SBI ബാങ്കിൻ്റെ ഒക്കെ ലോഗോ കണ്ടിട്ട് നിങ്ങൾ, റൗണ്ടിൽ ഒരു റൗണ്ടായിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം പകുതി വരയായിട്ട്, അതേപോലെ ഒരു ചെറിയൊരു സെൻട്രൽ ഭാഗത്ത് ഒരു ചെറിയ അങ്ങോട്ട് പോകുന്ന ഒരു ഇതുമുണ്ട്, ഒരു ലാൻഡും ഉണ്ട് കണ്ട അവിടെ. അത് കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ സ്റ്റേഡിയം പോലെ റൗണ്ടിലാണ് ഈ സംഭവം ഉള്ളത്. റൗണ്ടിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ റൗണ്ടായിട്ടാണ് ഉള്ളത്. നമ്മൾ നോക്കുക, വളരെ മനോഹരം. ചെറിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിങ് ചെയ്യുന്നവർക്ക് ബോട്ടിങ് ചെയ്യാം. പിന്നെ അതിലേ കൂടി നടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തടാകത്തിൻ്റെ നടുഭാഗത്തേക്ക് നടന്നിട്ട് പോവാം. ആ കരയാണ് അവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ നടുഭാഗത്ത് ഒരു കരയുണ്ട് എന്ന്. ഏകദേശം നമ്മുടെ SBI ബാങ്കിൻ്റെ ലോഗോ കണ്ടിട്ട് നിങ്ങൾ, SBI ബാങ്കിൻ്റെ ലോഗോ ഏകദേശം ആ ഡിസൈനിലാണ് ഉള്ളത്. സൂപ്പറായിട്ട് അടിപൊളിയായി. ഇവിടെ ഫുഡ് സ്റ്റോറുകളൊക്കെ ഉണ്ട്. വെള്ളം കിട്ടും, ഫുഡ് സ്റ്റോറുകൾ, അത്യാവശ്യം ചെറിയ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. നല്ല മരങ്ങളും ഗാർഡനുകളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് പിന്നെ സൂ ഉണ്ട്, പിന്നെ ചെറിയ വാട്ടർ പാർക്ക്, അഡ്വഞ്ചേഴ്സ് പാർക്ക്, എൻ്റർടൈൻമെൻറ്റിൻ്റെ പാർക്കുകളൊക്കെ ഉണ്ട്, ഫുഡ് കോർണർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിഡ്സിൻ്റെ ട്രെയിൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ചുറ്റി കാണാം. ഒരു പൈസ കൊടുത്താൽ നമുക്ക് എന്താ ഈ ലേക്ക് മുഴുവൻ കറങ്ങിയിട്ട് വേണമെങ്കിൽ ആ ട്രെയിനിലേക്ക് കൂടി വരാം. ചെറിയൊരു കിഡ്സ് ട്രെയിനാണ്. അതിൽ നമുക്കും കയറാം, കറങ്ങിയിട്ട് കാണാം. പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. സൂ ഒക്കെ ഉണ്ട്. വലിയൊരു ഏരിയ ആണിത്. ഈ കൻഗേറിയ ലേക്ക് എന്ന് പറയുന്ന ഈ വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പോൾ വൈകുന്നേരമായിട്ട് എന്ത് ചെയ്യാം, വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ചിലതിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യും മിക്കവാറും. എന്നാലും നമുക്ക് ഉള്ള കാഴ്ചകളൊക്കെ പെട്ടെന്ന് തന്നെ ഒപ്പിയെടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ നടുഭാഗത്തേക്ക് കൂടി അങ്ങോട്ടേക്ക് നമുക്ക് പോവാം കേട്ടോ. ആ സെൻട്രൽ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇവിടെ ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് ചെയ്യുന്നവർക്ക് അതൊക്കെ ചെയ്യാം തടാകത്തിൽ. ഇതുണ്ടോ, അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് നടന്നു ഇപ്പുറത്തി. അപ്പോൾ ആ നടുക്കിലേക്ക് പോകുന്ന ആ ലാൻഡില്ലേ, ആ കരയുടെ ഇപ്പുറ സൈഡാണ് നമ്മളുള്ളത്. കണ്ടോ, ഇപ്പോഴത്തെ റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. എത്ര നടക്കേണ്ടതെന്നറിയോ? ഇതൊരുപാട് നടക്കാനുണ്ട്. പിന്നെ ചെറിയ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് പോലെ ഒക്കെ കാണാം നമുക്ക്. പെഡൽ ടൈപ്പ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം. ഇത് ശരിക്കും ഉണ്ടാക്കിയത് 1400, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് പറയുന്നത്. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്തെന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, ചൗ എന്നപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ പേര് ഒരു എന്താ പറയുക, ചാളൂക്യ സാമ്രാജ്യം, ചാളൂക്യ കാലഘട്ടത്തിലാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
ആ സമയത്തും ഇത് നിർമ്മിക്കപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ പല വിദേശ സന്ദർശകരും ഇപ്പോഴല്ല, മുമ്പ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനൊന്നും വരുന്നതിൻ്റെ 200, 300 വർഷങ്ങൾക്ക് 400 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പല വിദേശ സഞ്ചാരികൾ, നമ്മൾ ഇബ്നു ബത്തൂത്തനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്ത് സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പാർക്കിൽ അന്ന് ഇതേപോലെ ഇത്രയും വലിയ പാർക്കൊന്നും ആയിട്ടുണ്ടാവില്ല, ഈ തടാകം മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ തടാകവും ചിലപ്പോൾ അത് വേറെ ഏത് രീതിയിൽ കെട്ടിയിട്ടുണ്ടാവും, അന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനത് ആലോചിക്കുന്നതല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ തടാകമാണെങ്കിൽ എന്താ ചെയ്യലോ, ഒന്നും ചെയ്യാതെ ചിലപ്പോൾ അവിടെ ഇരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തടാകം ജസ്റ്റ് ഒരു തടാകമാക്കുക, അതിൽ എന്താ ഹോട്ടലിൻ്റെയും മറ്റേതിൻ്റെയൊക്കെ വേസ്റ്റ് ഇടും, ഇൻഡസ്ട്രികളുടെ മോശം വെള്ളവും പ്ലാസ്റ്റിക്കും ഡ്രസ്സും അഴുക്കും എല്ലാം വലിച്ചിട്ട് അതിനാകെ മോശമാക്കും അല്ലേ, ചില ആൾക്കാർ കുളിക്കുകയും ചെയ്യും. ഇതല്ലാതെ ആ തടാകം കൊണ്ട് എങ്ങനെ ടൂറിസമാക്കി മാറ്റാം, ഇതുപോലുള്ളൊരു ടൂറിസം നിലവാരത്തിലെത്തിക്കാം, അതിനെ ഉയർത്താം എന്നതിനെ പറ്റി എത്ര പേര് ചിന്തിക്കും? അത് വലിയൊരു ചിന്തയാണ്. ഞാൻ നമ്മുടെ നാട്ടിനെ കുറ്റം പറയുന്നൊന്നുമില്ല, നമ്മുടെ നാട്ടിലും ടൂറിസമൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്, അത് ഞാൻ പൊതുവെ പറയുന്നതാണ്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്രയും മനോഹരമായ ഈ കൻഗേറിയ ലേക്ക്, ഈ ഒരു പാർക്ക് ഗാർഡൻ, ഇതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് ഇത്രയും മനോഹരമായ രീതിയിൽ. അല്ലെങ്കിൽ ഇതൊരു തടാകമായിട്ടുണ്ടാവും, ഇതിപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു തടാകമായിട്ടുണ്ടാവും. പക്ഷെ മറിച്ച് ഇത് മാറി ചിന്തിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ എന്താ പറയുക, ഇതൊരുപാടുണ്ട്, കിലോമീറ്ററോളം നമുക്ക് നടക്കാൻ ഒരുപാട് നടക്കാനാണ്, മണിക്കൂറുകളോളം വേണം. ആ രീതിയിൽ ഇതിനെ ഇങ്ങനെ രീതിയിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ആധുനിക ഘട്ടത്തിലേക്ക് വന്നു അല്ലേ. ഇന്നിതാ കിഡ്സ് ട്രെയിൻ ഉണ്ട്, ഫോണുകളുണ്ട്, അതുപോലെ LCD ഡിസ്പ്ലേകളുണ്ട്, വൈഫൈ ഉണ്ട്, ഇൻ്റർനെറ്റ്, ടോയ്ലറ്റ്, അതുപോലെ മറ്റേ ഫുഡ് സ്റ്റോളുകൾ, എൻ്റർടൈൻമെൻറ്റ് ഡിവിഷൻ, സൂ, അങ്ങനെ പലതും ഘട്ടം ഘട്ടമായി വന്നു, ആധുനികതയിലേക്ക് വന്നു അല്ലേ. ഈ രീതി ഇതാണ് ആ ട്രെയിൻ കേട്ടോ, ഞാൻ പറഞ്ഞ ട്രെയിൻ കണ്ടോ നിങ്ങൾ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്താൽ ചുറ്റിയടിച്ച് കാണിച്ചു തരും. ഒരു കണക്കിന് ഇതായിരുന്നു നല്ലത്, പക്ഷേ ഞാൻ പിന്നെ നടക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ നടന്നത്. ഓക്കെ, നല്ല അടിപൊളി ട്രെയിൻ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞാനതിനെ പാസ് ചെയ്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം കുറച്ചും കൂടിയും ഇനി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. ഇവിടെ നൈറ്റ് പിന്നെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നൈറ്റ് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല വ്യൂ ആണ്, അത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അത് കണ്ടിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ നൈറ്റ് ആകും വരെ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ചെറിയ ചെറിയ ബട്ടർഫ്ലൈ പാർക്കുകളുണ്ട് കേട്ടോ, ബട്ടർഫ്ലൈ പാർക്കുകളുണ്ട്, ഗാർഡൻസൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് വരുന്നുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് പോകാൻ റെഡിയാണ്, പക്ഷെ ആ കറക്റ്റ് സ്പോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കുന്നത്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് അല്ലേ, നല്ല മനോഹരമായിട്ടില്ലേ, അടിപൊളിയല്ലേ. ഇതിൻ്റെ താഴെ കൂടി നടക്കാം, പക്ഷെ താഴെ കൂടി അങ്ങനെ നടക്കാൻ പറ്റില്ല, കാരണം അതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലം അല്ലേ. ഇവിടെ കണ്ട, ഇവിടെ നല്ല നമ്മളെ ആ സ്കൈ വീലുണ്ടല്ലോ, ഊഞ്ഞാൽ, ആ ഊഞ്ഞാലും അതുപോലെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കൈ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നമുക്ക് കാണാം. ഓക്കെ, കുറച്ചും കൂടി മുന്നോട്ട് നടക്കാം. നല്ല മനോഹരമായ ഗാർഡൻ അല്ലേ. ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന കാണുന്നില്ല, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എന്നിരുന്നാലും ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളിത് കണ്ടിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം അത്ര നല്ല മനോഹരമായ വിഷ്വൽസ് ഞാൻ എടുത്തത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.
കാരണം ഞാൻ എൻ്റെ ലിമിറ്റഡായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. സൂര്യൻ അസ്തമിക്കാറായി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, കാലൊക്കെ നല്ല വേനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. ഇത് കണ്ട ചെറിയ ടൈഗർ സൂ ഒക്കെ ഉണ്ടോ? ഇതിനകത്ത് സൂ ഒക്കെ ഉണ്ട്, ചെറിയ സൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആയി, ഇനിയിപ്പോൾ അങ്ങോട്ട് എൻട്രി ഇട്ടില്ല. പിന്നെ ഇവിടെ കണ്ട കാഴ്ചയാണ് പക്ഷികളുടെ കാഴ്ച. നിങ്ങൾ കണ്ടോ? നിങ്ങൾ വാവ്, സൂപ്പറല്ലേ? ബേർഡ്സ് പാർക്ക് ഉണ്ട്. അപ്പോൾ പക്ഷികളുടെ ചെറിയ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, നല്ല സൂപ്പറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ പാർക്കാണത്. ഇവിടെ ബട്ടർഫ്ലൈകളുടെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. രാത്രിയിലെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം. രാത്രി ഇത് നല്ല ക്ലീൻ ആട്ടോ, നല്ല ക്ലീൻ ആൻഡ് പ്രോംപ്റ്റാണ്. ഇതേപോലെ ഈ ഡസ്റ്റ്ബിന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയല്ലേ? ഓരോ കളറിലെ ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ലൈറ്റ് ഷോ ആക്കിയ ഈ ലേക്ക് കൂടുതൽ സുന്ദരിയായി മാറി. കൻഗേറിയ ലേക്ക്, ഓർമ്മിച്ചോട്ടോ പേര്, കൻഗേറിയ ലേക്ക്. ഇവിടെ പോയിട്ടുണ്ടാകും കുറേ ആൾക്കാർ. പോകാത്ത ആൾക്കാർ വേണമെങ്കിൽ പോകാൻ ശ്രമിക്കുക. ഗുജറാത്തിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നാൽ ഇവിടെയൊക്കെ വരിക. അത്രയും കാണാനുണ്ട് കൻഗേറിയ ലേക്ക്. ഓട്ടോ ഉണ്ട്, ബസ്സുണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാക്സി ആയിട്ട് വരാം, സ്വന്തം വണ്ടിയെങ്കിൽ അങ്ങനെയും വരാം. കൻഗേറിയ ലേക്കിൽ ഞാൻ കുറേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോസ് എങ്ങനെയാണ് നിങ്ങൾ ഒപ്പീനിയൻ പറയാം. ശരിക്കും രാത്രി ഇത് ഡ്രോൺ വിഷ്വലാക്കിയാണെങ്കിൽ കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷെ എൻ്റെ കയ്യിൽ ഡ്രോണില്ല, അതാണ് വേറൊരു കാര്യം. ഞാൻ വളരെ ലിമിറ്റഡായ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, നിങ്ങൾ കാഴ്ചകൾ കാണാൻ വേണ്ടി. എനിവേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടിപൊളി സ്ഥലം തന്നെയാണ് കൻഗേറിയ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 10 രൂപ മാത്രമേ ചാർജുള്ളൂ കേട്ടോ. അവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ആകെ 10 രൂപ മാത്രമേ ഉള്ളൂ.